Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. I am a flight attendant and I travel the world to make a living. Welcome to another video. So before I start this video, I would like to introduce you to something special I created for you all. I receive a lot of messages on a daily basis on my Instagram, on my email, through my friends of friends, and so many other ways people are trying to contact me just because they want answers to their questions. So, I have created a platform wherein you can book a 30-minute session with me or a 60-minute session with me wherein we can talk about anything and everything unfiltered without any distraction. So, basically, this is going to be a one-on-one session wherein you can either get to know me better, or if you would like to know more about cabin crew lifestyle, which is how much money do I make, how many hours am I gonna fly, and mind you, I'm going to give you the exact number. There's no vague answer here. So, I'm going to give you exact number, and if you want my advice on you joining an aviation college to start this journey, everything, I'm going to answer all of your questions. So if you would like to book a session with me, just go to my profile on YouTube, click on the link and book the session that you like. So let's just get right into the video then. ഇങ്ങനെയാണ് എൻ്റെ ജേർണി യൂഷ്വലി തുടങ്ങുന്നത്. ഞാൻ വീട്ടിൽ നിന്നൊരു ടാക്സി പിടിച്ചിട്ടാണ് HQലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഇമേജ് ആൻഡ് യൂണിഫോം സ്റ്റാൻഡേർഡ്സ് പ്രകാരം വി ആർ ആക്ച്വലി നോട്ട് അലൗഡ് ടു റിമൂവ് അവർ ജാക്കറ്റ് ഔട്ട്സൈഡ് ഓഫ് അവർ വർക്ക് പ്ലേസ്. പക്ഷേ ദുബായിൽ ഇറ്റ്സ് 50°C. അതുകൊണ്ട് പിന്നെ നമുക്ക് ജാക്കറ്റ് ഊരല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. യൂഷ്വലി ഞാൻ ടാക്സിക്കകത്തിരിക്കുന്ന സമയത്താണ് സേഫ് ടോക്കിന് വേണ്ടിയിട്ടുള്ളത് പഠിക്കുന്നത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി എന്താണ് ഈ സേഫ് ടോക്ക്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ. സോ എൻ്റെ സേഫ് ടോക്കിൻ്റെ ഒരു സാമ്പിൾ ആണിത്. ഇത് എല്ലാ 3 months കൂടുമ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് A380 കുറിച്ചുണ്ട്, A350 കുറിച്ചുണ്ട്, ബോയിങ്ങിനെ കുറിച്ചുണ്ട്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെഡിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ബ്രീഫിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളുടെ സൂപ്പർവൈസറിന് അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കാൻ പറ്റും. HQയിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് താഴെ പാർക്ക് ചെയ്യാൻ അലൗഡ് അല്ല. അതുകൊണ്ട് ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഈ സൈഡിൽ കാണുന്ന വണ്ടിയൊക്കെ മിക്കതും ക്രൂവിൻ്റെ തന്നെ വണ്ടിയാണ്. കാരണം ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നതാണ് താല്പര്യം, ചില ആൾക്കാർ കുറേ ദൂരെയാണ് താമസിക്കുന്നത്. അപ്പം ചെറിയ ടേൺ അറൗണ്ട് ഫ്ലൈറ്റിനൊക്കെ പോകാൻ നേരത്ത് 100-200 dirhams ഒന്നും ടാക്സിക്ക് കൊടുത്ത് വരാൻ വയ്യാഞ്ഞിട്ട് അവരെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് പാർക്കിങ് കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ സാഹസങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം ഒന്നാമത് ടെൻഷൻ അടിച്ചിട്ടാണ് ഫ്ലൈറ്റിന് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി വണ്ടിക്ക് പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ അത് വേറെ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. സുഖമായിട്ടൊരു ടാക്സി പിടിച്ച് കയറി വരും. ഇതാണ് ഞങ്ങളുടെ HQവിൻ്റെ ഉൾഭാഗം. ഞങ്ങൾ എപ്പോഴും പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ക്യാബിൻ ക്രൂവിൻ്റെ ഡിപ്പാച്ചർ ഏരിയ അല്ലെങ്കിൽ പൈലറ്റ്സിൻ്റെ അല്ലെങ്കിൽ ആര് ഫ്ലൈറ്റിന് പോകുന്ന ആൾക്കാരുടെയും ഡിപ്പാച്ചർ ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ നടന്നു പോയി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്പോട്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ബൈ ലൗഞ്ച്, ഞങ്ങൾക്ക് ക്രൂവിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഷോട്ടിൻ്റെ അകത്ത് ഞാനത് ഇട്ടിട്ടുണ്ടായി. ഞാൻ മിക്ക സമയം വരുന്നത് കുറച്ച് നേരത്തെയാണ്. കാരണം എപ്പോഴും എനിക്ക് ടെൻഷനാണ് നമ്മൾ ലേറ്റ് ആവുമെന്ന്. ലേറ്റ് ആയാൽ നമ്മളെ ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അത് വിൽ ലീഡ് ടു ഒരു വാർണിംഗ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും നേരത്തെ വരും. ആൻഡ് ടുഡേ ഇസ് മൈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ടെസ്റ്റ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇതറിയുമെന്ന്, പക്ഷേ റാൻഡമായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ടെസ്റ്റിന് നമ്മളെ വിളിക്കും. സോ യു വിൽ ബേസിക്കലി ഹാവ് ടു പീ ഇൻ എ കപ്പ് ആൻഡ് ദിൽ ടെസ്റ്റ് ഇറ്റ് ഓൺ ദി സ്പോട്ടാണ്. ഇവിടെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നോ കൺസിഡറേഷൻ ആണ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ. സോ വി കനോട്ട് ഹാവ് എനി മെഡിക്കേഷൻസ് ഔട്ട് സൈഡ്. സോ ഇവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഐ ഗോ ബാക്ക് ടു ചെക്ക് ഇൻ ആൻഡ് ഐ ഗെറ്റ് മൈ ടാഗ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ബ്രീഫിംഗ് റൂമിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ബ്രീഫിംഗ് റൂം. നേരത്തെയൊക്കെ ഞാൻ ആ അറ്റത്തായിരുന്നു ഇരുന്നത്, കാരണം അതാണ് എക്കോണമി ക്രൂവിൻ്റെ നെക്സ്റ്റ് ടു ദ സ്ക്രീൻ. പക്ഷേ ഇപ്പം ഐ സെറ്റ് വിത്ത് ബിസിനസ്. സോ യൂഷ്വലി ഈ ഒരു പോയിന്റ് എത്താൻ നേരത്ത് വിൽ ഹാവ് ടു ടേക്ക് ഓൾ അവർ ബിലോങ്ങിങ്സ് ഔട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് സൂപ്പർവൈസറിനെ കാണിച്ചു കൊടുക്കണം. വേസ്റ്റ് കോട്ട് ആയിക്കോട്ടെ, ഹാറ്റ് ആയിക്കോട്ടെ, വിൽ ഹാവ് ടു മേക്ക് ഷുവർ ലൈക്ക് എല്ലാം ഇസ് ഫുള്ളി അയൺഡ് ആൻഡ് എവറിത്തിങ് ഇസ് റെഡി ഫോർ ദ ഫ്ലൈറ്റ്. ഇതാണ് ഞങ്ങളുടെ ഫോൺ. അതിൻ്റെ അകത്ത് വിൽ ഓൾസോ ഹാവ് ടു മേക്ക് ഷുവർ ഓൾ ഡോക്യുമെന്റ്സ് ആർ അപ്ഡേറ്റഡ്. ബ്രീഫിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടോ വിൽ ഹാവ് ടു മേക്ക് ഷുവർ ഞങ്ങൾ പോകുന്ന ഈ എല്ലാ ക്രൂവും ഒരുമിച്ച് ടിൽ വി റീച്ച് ദി ഹോട്ടൽ ഞങ്ങൾ ഒരുമിച്ചാണെന്ന്. പിന്നെ അഗെയിൻ ഓൺ ദ വേ ബാക്ക് വിൽ ഓൾ ഹാവ് ടു ബി ടുഗെദർ. ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഐ എം ഗോയിങ് ടു ജോഹന്നസ്ബർഗ്. എനിക്കൊന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ ഒരു 4th ടൈമോ 5th ടൈമോ എന്തോ പോകുന്നത്. പക്ഷേ ദിസ് ഇസ് such a nice place to go. The flight is so nice. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലൈറ്റിന് മുമ്പ് ഐ ഹാഡ് ലണ്ടൻ ഗാറ്റ്വിക്. അത് ഞാൻ സ്വാപ്പ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈറ്റ് എടുത്തിരുന്നത്. കാരണം ഈ ഫ്ലൈറ്റിന് ശേഷം ഐ എം ഗോയിങ് ടു ദ US. അതുകൊണ്ട് എനിക്ക് നേരത്തെ വീട്ടിൽ ലാൻഡ് ചെയ്യണമായിരുന്നു. മാത്രമല്ല ലണ്ടൻ ഫ്ലൈറ്റ്സ് ആർ ഓൾവേസ് ബിസി. ഐ ഓൾവേസ് പ്രിഫർ ഇങ്ങനത്തെ ഒരു ജോഹന്നസ്ബർഗ് ഫ്ലൈറ്റ് ഓവർ ലണ്ടൻ ഫ്ലൈറ്റ്. യൂഷ്വലി ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ അമ്മയ്ക്കും സൗരനും ഒക്കെ മെസ്സേജ് അയക്കുന്നത്, സെയിങ് ഹേ ഗൈസ് ഐ എം ഗോയിങ്. ഇനി ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മെസ്സേജ് ആക്കുമെന്ന്. കാരണം ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ആ ഒരു ഏരിയ വെയർ വി ക്യാൻ മെസ്സേജ്. കാരണം ഇതിന് ശേഷം വി ആർ നോട്ട് അലൗഡ് ടു
ടേക്ക് അവർ ഫോൺ. അങ്ങനെ അവസാനം വി ആർ ഗോയിങ് ടു ബോർഡ്. ഇനി ഞങ്ങൾ കയറി കഴിയാൻ നേരത്ത് യൂഷ്വലി ക്ലീനേഴ്സ് എല്ലാം അവിടെ നിന്നെല്ലാം സോർട്ട് ചെയ്യായിരിക്കും. പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യും ഞങ്ങളുടെ ഏരിയ. ഞങ്ങൾ എല്ലാ ക്രൂവിനും ഓരോരോ സ്ഥലമുണ്ട് നിൽക്കുന്നത്. സോ ആ സ്ഥലത്ത് വിൽ ഹാവ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഇസ് പ്രോപ്പർ. ഫോർ എക്സാമ്പിൾ ഇപ്പം പില്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ വിൽ ഹാവ് ടു മേക്ക് ഷുവർ പില്ലോസ് കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത്, ഹെഡ്സെറ്റ് കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത്, ആൻഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് വേറെ എന്തെങ്കിലും ഡസ്റ്റോ ഡേർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ ഹാവ് ടു ഇൻഫോം ഗ്രൗണ്ട് ടീം. ക്ലീനേഴ്സ് പോയി കഴിഞ്ഞിട്ട് വിൽ ഹാവ് ടു ഡു ഒരു സേഫ്റ്റി ചെക്ക് വെയറിൻ വി ക്ലോസ് ദ ഡോർ, വി മേക്ക് ഷുവർ ഡോർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏരിയ ഫുൾ ഞങ്ങളുടെയാണ്. അപ്പം ഞങ്ങൾക്ക് അതിലൊരു ഡോറ് കാണും. ആ ഡോറ്, പിന്നെ ഞങ്ങളുടെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പ്രോപ്പർ ആണോ എന്ന്. ആൻഡ് ഇഫ് സംതിങ് ഞങ്ങൾ അറിയാണ്ട് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് റിപ്പോർട്ടഡ് ആൻഡ് യു വിൽ ഗെറ്റ് എ വാർണിംഗ്. സോ എവറിത്തിങ് ഇസ് പ്രിറ്റി സ്ട്രിക്റ്റ് ഹിയർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വി ആർ റെഡി ടു ബോർഡ്. പാസഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഐ നോട്ട് ബി ഏബിൾ ടു യൂസ് മൈ ഫോൺ. എസ്പെഷ്യലി ഇൻ ബിസിനസ് ഇറ്റ്സ് വെരി ബിസി. സർവീസ് നടക്കുന്ന സമയത്തൊക്കെ ഇറ്റ്സ് എക്സ്ട്രീംലി ബിസി. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സർവീസും കഴിഞ്ഞഴിയാൻ നേരത്ത് ഇന്ന് ഐ വാസ് എ ഡ്യൂട്ടി ഫ്രീ ഓപ്പറേറ്റർ. ഇത് യൂഷ്വലി അഗൈൻ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ദിസ് ഇസ് ദ തിങ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മാഗസീൻ എപ്പോഴും ഫ്ലൈറ്റ് കാണുമായിരിക്കുമല്ലോ. സോ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിലെ ഡ്യൂട്ടി ഫ്രീ ഓപ്പറേറ്റർ ആയിരിക്കും അത് ചെയ്യുക. ഗുഡ് തിങ് അബൌട്ട് ദിസ് പൊസിഷൻ ഇസ് ദാറ്റ് ഇതിൽ നിന്ന് എന്തെങ്കിലും സെയിൽ എന്തെങ്കിലും വന്നാൽ 5% കമ്മീഷൻ ഞങ്ങൾ ക്രൂവിന് തന്നെ കിട്ടും, വിച്ച് ഇസ് പ്രിറ്റി നൈസ്. പക്ഷെ എന്തെങ്കിലും ഫോൾട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടായാൽ പിന്നെ അഗൈൻ നമ്മളുടെ തലയിലാവും. ആ പൈസ നമ്മളുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ അസ് ടു ലാൻഡ് ചെയ്യാൻ നേരത്ത് വിൽ അഗൈൻ ഹാവ് ടു ചേഞ്ച് അവർ വേസ്റ്റ് കോട്ട് ആൻഡ് വെയർ അവർ ജാക്കറ്റ്. കാരണം ബായ് ഒക്കെ പറയാൻ നേരത്ത് വിൽ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് അവർ ജാക്കറ്റ്. ആൻഡ് ഐ ഓൾവേസ് മേക്ക് ഷുവർ ഐ ഹാവ് മൈ ഫോൺ. കാരണം മിക്ക സമയം സർവീസിൻ്റെ ഇടയിൽ എല്ലാവരുടെയും ഫോൺ മിസ് ഔട്ട് ആവും. അത് മിസ് ഔട്ട് ആയാൽ ഒബ്വിയസ്ലി അഗൈൻ ഒരു സാലറി ഡിഡക്ഷൻ കാണും. സോ ബേസിക്കലി എവറിത്തിങ് ഈസ് പ്രിറ്റി സ്ട്രിക്റ്റ് ആൻഡ് യു വിൽ ഹാവ് ടു ഫോളോ ഓൾ ദ പ്രൊസീജിയേഴ്സ്. അങ്ങനെ ഫൈനലി ഈ ഒരു ഫ്ലൈറ്റ് തീരാറായി. ഓണസ്റ്റ്ലി ദിസ് വാസ് സച്ച് എ നൈസ് ഫ്ലൈറ്റ്. And this is also a special flight for me. If you watch till the end of the video, you'll get to know why. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാഷ്റൂമിൽ ചെന്ന് വിൽ ഹാവ് ടു മേക്ക് ഷുവർ ഞങ്ങളുടെ മുഖത്ത് മേക്കപ്പ് എല്ലാം പ്രോപ്പറാണ്, ലിപ്സ്റ്റിക് എല്ലാം പ്രോപ്പറാണെന്ന്. കാരണം ചില സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ മിസ്റ്ററി ഷോപ്പേഴ്സൊക്കെ വരും. ആൻഡ് നമ്മൾക്ക് അഗൈൻ ലൈക്ക് ഇഫ് യു നോട്ട് അപ്പ് ടു സ്റ്റാൻഡേർഡ്സ്, അത് യൂണിഫോമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മേക്കപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നെയിൽസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഇഫ് യു നോട്ട് അപ്പ് ടു സ്റ്റാൻഡേർഡ്സ് then you will get reported, which will go to your file. And എന്താ പറയുക, നമ്മൾക്കിങ്ങനെ കോൺട്രാക്ട് റിന്യൂവൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ കറൻറ്റ് കോൺട്രാക്ട് 3 year കോൺട്രാക്റ്റാണ്. സോ അങ്ങനത്തെ കോൺട്രാക്ട് ഒന്നും റിന്യൂ ആവത്തില്ല. സോ ലൈക്ക് ബേസിക്കലി ഇറ്റ് ഇസ് പ്രിറ്റി സ്ട്രിക്റ്റ് ഹിയർ. പക്ഷേ ലൈക്ക് ഇഫ് യു ഡു എവറിത്തിങ് പ്രോപ്പർലി, if you make sure that you are following all the standards, you will not get into trouble. പേടിക്കല്ല ഞാൻ പറയുന്നത് കേട്ടിട്ട്. പക്ഷേ this is generally what actually happens. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളി ഞങ്ങൾ ജോഹന്നസ്ബർഗിൽ ലാൻഡ് ചെയ്തു. ഇതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ റൂം എത്തി. ഐ എം കറൻ്റ്ലി ഇൻ ജോഹന്നസ്ബർഗ്. ഇവിടെ എൻ്റെ ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഐ ലവ് ജോഹന്നസ്ബർഗ്. പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. ഞാൻ അടുത്ത് ഇവിടെ സൈഡിലുള്ള പാർക്കിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ കാണാനായിട്ട് പോയിട്ടില്ല. കാരണം അപ്പാരൻ്റ്ലി ഇറ്റ്സ് നോട്ട് ദാറ്റ് സേഫ് ഹിയർ അങ്ങനെ പറയാറ്. അതുകൊണ്ട് ഇതുവരായിട്ടും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇന്ന് മാത്രമല്ല, എല്ലാ സമയം ഞാൻ വരുന്ന ഫ്ലൈറ്റ് ഞാൻ രാത്രിയിലാണ് ലാൻഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് 3 ഫ്ലൈറ്റ്സ് ഉണ്ട്. എപ്പോഴും ഞാൻ രാത്രിയിലാണ് ലാൻഡ് ചെയ്യുന്നത് A380. പക്ഷെ ടുഡേ ഞാൻ ബോയിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഇവിടെ 10 മണി ആയതേ ഉള്ളൂ. ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓൾസോ ഞാൻ എൻ്റെ റൂം കാണിക്കാം. ദിസ് ഈസ് മൈ റൂം. സോ ഇതാണ് എൻ്റെ റൂം. ജോഹന്നസ്ബർഗിൽ വരാൻ നേരത്ത് ഞങ്ങൾ എപ്പോഴും താമസിക്കുന്ന ഈ ഒരു ഹോട്ടലിലാണ്. എല്ലാ ഡെസ്റ്റിനേഷനിലും അങ്ങനെയല്ല. മിക്ക ഡെസ്റ്റിനേഷനിൽ പോകുന്ന നേരത്തും ഓരോ സമയം വരാൻ നേരത്ത് ഓരോരോ ഹോട്ടൽസിലാണ് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുക. പക്ഷേ ജോഹന്നസ്ബർഗിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെയാണ് വരിക. ഏത് ഫ്ലൈറ്റ് A380 ബോയിങ്ങിലോ വന്നാലും എല്ലാത്തിലും ഞങ്ങൾ ഇവിടെ തന്നെയാണ്. എനിക്ക് എമിറേറ്റ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ലേ ഓവറിന് വരാൻ നേരത്ത് നമ്മൾ നമ്മുടെ റൂം വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യത്തില്ല. പക്ഷേ ഇഫ് യു വാണ്ട് സംബഡി ലൈക്ക് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിനോ ഫ്രണ്ട്സിനോ നമ്മളുടെ കൂടെ
വന്ന് താമസിക്കണമെങ്കിൽ ദേ ആർ ഫ്രീ ടു ഡൂ സോ. ആരും ഒന്നും ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ എൻറ്റയർ ലേ ഓവർ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ബേസിക്കലി എൻ്റെ ഫ്ലൈറ്റ് ജേണിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഐ എം ആക്ച്വലി എൻജോയിങ് എൻ്റെ ഈ ഒരു ലാസ്റ്റ് ഫ്ലൈറ്റ്. ഇനി എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എപ്പോഴും ഞാൻ തിരിച്ച് ജോഹന്നസ്ബർഗിൽ വരികയാണ്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് 4-5 times I genuinely loved it and now I'm going back. Any feedback about IAC? Just come on the PA now. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഡ്യൂട്ടി പൊസിഷനിലേക്ക് പോകും. ഞാൻ എൻ്റേത് ചെയ്യുന്നു. Purser is making sure there are no defects on the flight. It's just showing the right to Johannesburg, not the opposite, and the 761. ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഡീഫെക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലിമിറ്റ് വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇഫ് സംതിങ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ വീൽ ഹാവ് ടു മേക്ക് ഷുവർ ഞങ്ങളുടെ ഏരിയ എല്ലാം ചെക്ക് ചെയ്തിട്ട് പേഴ്സറിനെ ഇൻഫോം ചെയ്യണം. സോ ദാറ്റ് ഷീ ക്യാൻ കോൾ എഞ്ചിനീയറിംഗ് ടീം അല്ലെങ്കിൽ ആരാ ആ ഏരിയ ഫിക്സ് ചെയ്യേണ്ട ആളെന്ന് വെച്ചാൽ. റിട്ടേൺ സെക്ടറിൽ ഞങ്ങൾക്ക് ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഇസ് ടു ഡു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചെക്ക്. ദുബായിൽ നിന്ന് ഞങ്ങൾ കയറാൻ നേരത്ത് ഞങ്ങൾ ഈ ഒരു ചെക്ക് ചെയ്യേണ്ട. കാരണം ദുബായിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ടീമുണ്ടോ ഓൾറെഡി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. പക്ഷേ ഇവിടെ വരാൻ നേരത്ത് വീൽ ഹാവ് ടു ഡു ഇതൊക്കെ ബൈ അവർ സെൽസ്. ഞങ്ങൾ എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ ലുക്കിംഗ് ഫോർ എനി നോൺ സ്റ്റാൻഡേർഡ് ഐറ്റം വിച്ച് വാസ് ലെഫ്റ്റ് ഓൺ ബോർഡ്, ഒന്നെങ്കിൽ ബൈ നേരത്തെ വന്ന ഗ്രൗണ്ട് സ്റ്റാഫോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ. ബിക്കോസ് നമ്മളുടെ ഏരിയയിൽ എന്തെങ്കിലും ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഐറ്റം അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് സ്റ്റാൻഡേർഡ് കണ്ടാൽ ഇറ്റ് ഈസ് അവർ ജോബ് ടു റിപ്പോർട്ട് ഇറ്റ്. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അഗെയിൻ വിൽ ഗെറ്റ് ഇൻ ടു ട്രബിൾ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ബി സേഫ് ആൻഡ് കെയർഫുൾ ഓൺ വാട്ട് യു ഡൂയിങ്. ദിസ് ജോബ് ഇസ് വെരി സേഫ്റ്റി സെൻസിറ്റീവ്. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ യു വിൽ ഗെറ്റ് ഇൻ ടു ട്രബിൾ. സോ ചെയ്യാൻ നേരത്ത് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാം. ഞാൻ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബോയിങ്ങിലാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓൺ ബോർഡ് വീഡിയോ പിന്നെ ഞാൻ ഇടുമെന്ന് അറിയത്തില്ല. സോ ഐ എം ഗോയിങ് ടു ഷോ യു A380യുടെ ലൗഞ്ച് ഏരിയ. ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഏരിയാസ് ആ ഫ്ലൈറ്റിലുള്ളത്. ഐ ലവ് ദിസ് ഏരിയ. ഇതാണ് ലൗഞ്ച് എന്ന് പറയുന്നത്. ഈ ബാക്കിൽ കാണുന്നത് മൊത്തം ആൽക്കഹോളാണ്. ആൻഡ് യെസ് യു ആർ റൈറ്റ്, അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെർവ് ചെയ്യും. പക്ഷേ ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ഇൻ എ പൊസിഷൻ വെയർ യു കാണ്ട് ഹാൻഡിൽ ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക്, സോ ആ സമയത്ത് വിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് വിൽ ഫോളോ അവർ പ്രൊസീജിയേഴ്സ്. പക്ഷേ ഒബ്വിയസ്ലി നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ വി ഡോണ്ട് മൈൻഡ് സെർവിങ് എത്ര വേണേലും. വി ജസ്റ്റ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ എ റൈറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടു ഹാൻഡിൽ ദ ഡ്രിങ്ക്. അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കമ്പയർഡ് ടു എക്കോണമി, ബിസിനസ് ക്ലാസ് ഇസ് സോ നൈസ്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് പറ്റുമെന്ന്, പക്ഷേ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ് യു ഷുഡ് റിയലി ട്രൈ ഗോയിങ് ഇൻ ബിസിനസ് ക്ലാസ്. ദി എക്സ്പീരിയൻസ് ഇസ് അൺറിയൽ. ഞാൻ മിക്ക സമയവും എക്കോണമിയിലാണ് പാസഞ്ചറായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് എന്തൊരു കംഫർട്ടിംഗ് ആണ് പ്ലെയിൻ ജേർണി എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലാസ്സിലെന്ന്. സോ വൺസ് യു മൂവ് ടു ബിസിനസ്, ഗോയിങ് ബാക്ക് ടു എക്കോണമി ഈസ് ഗോയിങ് ടു ബി റിയലി ഹാർഡ്. സോ ബി പ്രിപ്പയർഡ്. ബട്ട് എന്തായാലും ഞങ്ങൾ ഫൈനലി ദുബായിൽ ലാൻഡ് ചെയ്തു. ആൻഡ് ഇഫ് യു ഗൈസ് ഡിഡ്ന്റ് നോ, ദിസ് ഈസ് മൈ ലാസ്റ്റ് ഫ്ലൈറ്റ്. അതുകൊണ്ട് ബൈ ടു ദുബായ്, ബിക്കോസ് ഐ എം നോ ലോങ്ങർ ഗോയിങ് ടു ബി ഇൻ ദുബായ്. ആൻഡ് ബൈ എമിറേറ്റ്സ്.